അപ്പോൾ ഗൈസ് നമുക്കൊരു ഇട്ടിൻ്റെ പണി കിട്ടും കേട്ടോ ഗൈസ്. വേറെ ഒന്നുമല്ല, നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഒന്ന് പൊട്ടിപ്പോയായിരുന്നു കേട്ടോ ഗൈസ്. എൻ്റെ ക്ലിപ്പ് ഞാൻ നെക്സ്റ്റ് ക്ലിപ്പിൽ ഞാൻ ആഡ് ചെയ്യാം ഗൈസ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് കാണയൊക്കെ പൊളിച്ചിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കണ്ടില്ല അതിൻ്റെ അകത്തോട്ട്. നമ്മൾ നേരെ വളവ് വിളിച്ചപ്പോൾ നേരെ നമ്മുടെ വണ്ടി താണല്ലോട്ട് പോയിട്ടോ. പണിയാടി പോകണം. ഇപ്പം നമ്മുടെ മണ്ണൊക്കെ വെട്ടിയിട്ട് ആ ഒരു പോർഷനിലാണോ ഗൈസ് പറ്റി കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ നേരെ നോക്കിയപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് കട്ടായിട്ടുണ്ടോ ഗൈസ്. അങ്ങനെ ഹെഡ് കംപ്ലീറ്റ്ലി നമ്മൾ റീപ്ലേസ് ചെയ്തു ഗൈസിന്. ഇങ്ങനെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടോ. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മുടെ ഹെഡും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി നമ്മൾ ഈ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് നമ്മൾ നേരെ ഹെഡ്ലൈറ്റ് ഫിക്സ് ചെയ്യാണ്ടി പോകും കേട്ടോ ഗൈസ് അങ്ങോട്ടേക്ക്. നമ്മുടെ അടുത്തൊരു വർക്ക്ഷോപ്പിൽ തന്നെ പോയിട്ടോ. അപ്പോൾ നമുക്ക് നേരെ വേണ്ട നമ്മുടെ വൈറ്റിലെത്തി കേട്ടോ. വൈറ്റിലൊക്കെ അടുത്താണ് സ്പോട്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു അവസ്ഥ ഇങ്ങനെയായിരുന്നു കേട്ടോ ഗൈസ്. അതിൻ്റെ അകത്ത് നിറച്ച് ചെളിയും അതുപോലെ തന്നെ മണ്ണൊക്കെ കയറിയിട്ട് ആകെ ശോക അവസ്ഥയായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ ബൾബിന് മാത്രമൊന്നും പറ്റിയില്ല കേട്ടോ ഗൈസ്. അതുകൊണ്ട് ആ കവറെങ്കിലും ബൾബും കൂടി മാറ്റേണ്ടി വന്നാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ എക്സറി ഷോപ്പിൽ പോയിട്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ കിറ്റൊക്കെ അഴിക്കുന്നുണ്ടോ ഗൈസ്. ഈ ഒരു മോഡലിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് അഴിച്ചാൽ മാത്രം നമുക്ക് ഹെഡ് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഫുള്ള് നമ്മുടെ കിറ്റൊക്കെ അഴിച്ചു. നമ്മൾ നേരെ നമ്മുടെ പുതിയ ഹെഡ് കയറ്റി കേട്ടോ ഗൈസ്. പുതിയ ഹെഡ് കയറ്റി എല്ലാം കഴിഞ്ഞ ഗൈസ്. അങ്ങനെ നേരെ നമ്മൾ വീട്ടിലേക്ക് കേട്ടോ ഗൈസ്. പിന്നെ നെട്ടിൻ്റെ പണിയാണ്ട് കിട്ടി കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അന്ന് തന്നെ ഇന്നലെ കിട്ടി വിറ്റോസും തന്നെ നമ്മൾ എല്ലാവർക്കും കംപ്ലീറ്റ് ആക്കിട്ടോ. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകട്ടോ ഗൈസ്. എന്തായാലും അടുത്തൊരു വീണ്ടും കാണാം ഗൈസ്. അതുവരെ ബൈ.